പാലക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ക്ലർക്കാണിത്. പേര് സിന്ധു, കൊട്ടേക്കാട് സ്വദേശിനി. സിന്ധുവും സഹപ്രവർത്തകരും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്താനുള്ള കാരണം ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തതാണ്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണിത്. പേര് ധനേഷ്, പാലക്കാട് പല്ലശ്ശന സ്വദേശി. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് ഓഫീസിന് മുന്നിൽ നിന്നും സിന്ധു ധനേഷ് ഓടിച്ചു വന്ന ഓട്ടോയിൽ കയറി നേരെ പാലക്കാട് ടൗൺ സ്റ്റാൻഡിന് സമീപം ഇറങ്ങി. ധനേഷ് മടങ്ങുന്നതിനിടയിൽ രണ്ട് കുട്ടികളുമായി എത്തിയ യുവതി നൂറണിയിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ എത്തി മടങ്ങുന്നതിനിടയിൽ കുട്ടികളിൽ ഒരാൾ ഓട്ടോറിക്ഷയിൽ കിടന്നു കിട്ടിയ ഒരു ചെയിൻ ധനേഷിന് കൈമാറി. നേരത്തെ ജുവലറിയിൽ ജോലി ചെയ്തതുകൊണ്ട് സ്വർണ്ണ ചെയിൻ ആണെന്ന് ധനേഷിന് മനസ്സിലായി. പക്ഷെ ഇത് ആരുടേതാണെന്ന് മനസ്സിലായില്ല. എന്തും വരട്ടെ എന്ന് കരുതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി ചെയിൻ കൈമാറി. സിന്ധു ആണെങ്കിൽ വീട്ടിൽ പോയി എല്ലാം തപ്പി നോക്കി. എവിടെ ചെയിൻ്റെ പൊടി പോലുമില്ല. ഒടുവിൽ സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാൻ വേണ്ടി എത്തിയതാണ്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ അടയാളം ചോദിച്ചു. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ധനേഷിനെ വിളിച്ചു വരുത്തി ചെയിൻ കൈമാറി. 1 പവൻ തൂക്കം വരുന്ന ചെയിനാണ് ധനേഷിന്റെ സത്യസന്ധതയിൽ സിന്ധുവിന് തിരികെ ലഭിച്ചത്. ചെയിൻ ലഭിച്ച സന്തോഷത്തിൽ ധനേഷിനെ ചേർത്ത് നിർത്താനും സിന്ധു മറന്നില്ല. ഒടുവിൽ സിന്ധുവും സഹപ്രവർത്തകരും ധനേഷിന്റെ ഓട്ടോയിൽ കയറി ഓഫീസിലേക്ക് മടങ്ങി.